ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് പ്രചാരമേറുന്നു. ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളിലേറെയും കാർഷിക കാഴ്ചകളും ജീവിത രീതികളും കണ്ടു മടങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. സർക്കാർ കൂടുതൽ പദ്ധതികൾ ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഇടുക്കിയുടെ കാഴ്ചകൾ സഞ്ചാരികൾക്ക് എപ്പോഴും ആസ്വാദ്യകരമാണ്. മലനിരകളും തേയിലച്ചെരുവുകളും വെള്ളച്ചാട്ടങ്ങളും കാനന ഭംഗിയുമൊക്കെ ആസ്വദിക്കുവാൻ എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ കാർഷിക വൃത്തിയുടെ നേർക്കാഴ്ചകളും അനുഭവിച്ചാണ് മടങ്ങുക. നാടൻ ഭക്ഷണ രുചികൾ ആസ്വദിച്ച തിരക്കേറിയ താമസ സ്ഥലങ്ങൾ ഒഴിവാക്കി യാത്ര കൂടുതൽ മനോഹരമാക്കാമെന്നതും ഫാം ടൂറിസത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ കർഷകരെ ഫാം ടൂറിസത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ പദ്ധതികൾ ഒരുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ നിലവിലെ ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്നപ്പോൾ കർഷകർക്ക് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിലത്തകർച്ച, കർഷകർക്ക് വരുമാനം വളരെയേറെ കുറഞ്ഞതുകൊണ്ട് അവരുടെ നിത്യവൃത്തി തന്നെ ബുദ്ധിമുട്ടി പോകുന്ന ഈ സമയത്ത് ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയിരിക്കുന്ന കേരളത്തിലെ ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന കേരളത്തിലെ മൂന്നാർ, അതുപോലെ ഇടുക്കി ജില്ലയുടെ എവിടെ ചെന്നാലും വളരെ വശ്യ മനോഹരമായ ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടങ്ങളും, അതിലെ ഓരോ പറമ്പിൽ കർഷകൻ്റെ പറമ്പിൽ ചെന്നാൽ പോലും വളരെ മനോഹരിതമായ രീതിയിലുള്ള ഭൂരിഭാഗം കർഷകരുടെ ഇടം അങ്ങനത്തെയാണ്. അപ്പോൾ ഇവിടെ ഫാം ടൂറിസം സർക്കാർ അതിൻ്റെ വികസനത്തിന് വേണ്ട ഒരുക്കങ്ങൾ അവർ ചെയ്തു കൊടുത്താൽ ഭാവിയിൽ ഇവിടുത്തെ കർഷകർക്ക് ഫാം ടൂറിസത്തെ കൂടെ ഇവിടുത്തെ പഠിച്ചു വരുന്ന ആളുകൾക്കാണേലും ചെറുപ്പക്കാർക്ക് തൊഴിലും അതുപോലെ നല്ലൊരു വരുമാനം, അതിൽ കൂടെ സർക്കാരിനും വരുമാനം കിട്ടുന്നതാണ്. കൃഷിയിടത്തിൽ ടെന്റുകളും കുടിലുകളും ഒരുക്കിയും വീടിന്റെ ഒരു ഭാഗം താമസത്തിനായി വിട്ടുകൊടുത്തുമാണ് കർഷകർ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. കാർഷിക മേഖല കനത്ത വിലയിടിവ് മൂലം പ്രതിസന്ധി നേരിടുമ്പോൾ ടൂറിസത്തിൽ നിന്ന് അധിക വരുമാനം കണ്ടെത്താനാകുമെന്നതും കർഷകർക്ക് പ്രയോജനകരമാകുന്നു.